വെൽക്കം ടു സൗത്ത് ക്യൂസീൻ ടേസ്റ്റി റെസിപ്പീസ്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലം പുലാവുമായിട്ടാണ്. അതായത് നമ്മുടെ ബീഫ് പുലാവ്. ഒരുപാട് ഇൻഗ്രീഡിയൻസോ നമ്മുടെ മസാല പൗഡേഴ്സോ മുളക് പൊടിയോ ഒന്നും വേണ്ടാത്ത ഒരു അടിപൊളി വളരെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ബീഫ് പുലാവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ പുലാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിലല്ല പുലാവ് ഇത് ഒരുമിച്ചൊരു 1 pot ഡിഷാണ്. പക്ഷെ വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടല്ല നമ്മളിത് കുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ വാട്ടറിൻ്റെ പകരം സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു അഫ്ഗാൻ സ്റ്റൈൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്റ്റൈൽ പുലാവിനെ ഞാൻ എൻ്റെ ടേസ്റ്റിനോട് ഇഷ്ടത്തിന് കൺവേർട്ട് ചെയ്തൊരു പുലാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റെസിപ്പീസ് എല്ലാം ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ഹിറ്റായ റെസിപ്പീസ് മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു പുലാവാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ബാച്ചിലേഴ്സിന് പോലും നമുക്ക് പെട്ടെന്നൊരു 1 pot പെട്ടെന്ന് വിശക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെ കുട്ടികൾക്ക് അയക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുലാവാണ്. ഇതിൽ മട്ടൺ വെച്ച് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് മട്ടണിന് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസും എല്ലാം എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, റെസിപ്പി എല്ലാം ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് റെസിപ്പി നോക്കാം. എങ്ങനെയാണ് ഈ യമ്മി ഈസി ആയിട്ടുള്ളൊരു നമ്മുടെ ബീഫ് പുലാവ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീഫ് പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ബട്ടറാണ്. ഒരു 25 grams ബട്ടർ ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 25 grams ബട്ടറാണ് ഇട്ടേക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് പറഞ്ഞുതരാം. ഒരു 2 ബേ ലീഫ്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 5-6 ഗ്രാമ്പു, ഒരു 2 കഷ്ണം മീഡിയം സൈസ് വലുപ്പമുള്ള പട്ട, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, പെപ്പർ കോൺസ് ആണ് കേട്ടോ കുരുമുളക്, പിന്നെ ഒരു തക്കോലം, എല്ലാം ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊരു മൂത്ത മണം വരണം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നല്ലൊരു മണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഞാൻ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. 2 ഇടത്തരം സവോള അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവോളയുടെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുകയാണ്. ഒരു 7 പച്ചമുളക്. നമ്മളിതിനകത്ത് പൗഡേഴ്സൊന്നും ചേർക്കുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ. പൗഡേഴ്സൊന്നും ചേർക്കാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് പച്ചമുളകാണ് എരിവിന് വേണ്ടി. പിന്നെ കുരുമുളകുമാണ്. നമ്മൾ വേറെ പൗഡേഴ്സൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ലാസ്റ്റ് കുറച്ച് ചേർക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് സോഫ്റ്റായപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 15 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 15 ചെറിയ ഉള്ളി, ഇച്ചിരി വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ്. ഞാൻ 2 പീസായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 minutesോളം വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും രണ്ടും കൂടെ ഇച്ചിരി ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല, അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ല പച്ച മണം മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ അതിലോട്ട് ഒരു ടൊമാറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ടൊമാറ്റോയെ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് കൂടുതൽ ടൊമാറ്റോ വേണ്ട. ഒരു ടൊമാറ്റോയും കൂടി ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിയുടെ കളർ അങ്ങനെ ചേഞ്ച് ആവാൻ പാടില്ല കേട്ടോ. എന്നാൽ ഉള്ളി വെന്ത് കിട്ടണം. ഒരു സോഫ്റ്റ് ആവാനേ പാടുള്ളൂ. ഈ ഒരു ടെക്സ്ചർ കീപ്പ് ചെയ്യണം. എന്നാലേ നമ്മൾ റൈസിന് വിചാരിക്കുന്ന ഒരു കളർ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ടേസ്റ്റിലോട്ട് മാറ്റിയെടുത്തൊരു പുലാവാണ്. ഇത് ഒരു അഫ്ഗാനി സ്റ്റൈൽ, ഒരു പാകിസ്ഥാൻ സ്റ്റൈൽ, ഒരു വൈറ്റ് കളർ പുലാവിനെ, വൈറ്റ് റൈസ് വരുന്നൊരു പുലാവിനെ നമ്മുടെ ഇഷ്ടത്തിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഞാൻ എൻ്റേതായ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഹിറ്റായ റെസിപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോസും നന്നായിട്ടൊന്ന് കുക്കായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ 1/2 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് ബ്ലഡ് സ്റ്റെയിനൊക്കെ പോയിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം ഞാൻ കുറച്ച് മല്ലിയില, അതായത് ഒരു കുഞ്ഞു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബീഫ് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി. ബീഫ് ഒന്ന് കുക്കാവുമ്പോൾ അതിനകത്ത് ഉപ്പ് വേണം. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ലെമൺ ജ്യൂസ്, നാരങ്ങ നീര്, അതായത് 1 നാരങ്ങയുടെ പകുതി, അത്യാവശ്യം വലുപ്പമുള്ള 1 നാരങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
നാരങ്ങയും ഉപ്പും ചേർത്തിട്ട്, പകുതി നാരങ്ങയും ചേർത്ത് ഞാനിപ്പോൾ നാരങ്ങയുടെ ജ്യൂസും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീഫ് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ബീഫ് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് അളവ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ബീഫും നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് അതിനകത്തോട്ട് വെള്ളം ചേർക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ആദ്യം 250 ഗ്രാമിൻ്റെ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ 2 കപ്പ് അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇപ്പോൾ ഇതിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ വേറെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് നമ്മുടെ റൈസ് വേവിക്കാൻ പോകുന്നത്. വെള്ളമല്ല കേട്ടോ, അത് പറഞ്ഞു തരാവേ. നമുക്ക് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു സസ്പെൻസ് വേണ്ടേ. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് അടയ്ക്കാൻ പോവുകയാണ്. കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊരു 3-4 എൻ്റെ ഇവിടുത്തെ കുക്കറിൽ ഒരു 3-4 വിസിലെങ്കിലും കേട്ടാലേ എൻ്റെ ബീഫ് വേവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ കുക്കർ അടച്ച് വെച്ച് കൊടുത്ത് ഒരു 3 വിസിൽ കേൾപ്പിക്കുന്നത് വരെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എയർ വരുമ്പോഴത്തേക്ക് ഞാൻ വിസിലിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ട് ഇതാ വരുന്നു. ഒരു 4 വിസിൽ കേൾപ്പിച്ചു കേട്ടോ. 4 വിസിലൊക്കെ കേട്ട് നന്നായിട്ട് എയറൊക്കെ പോയി ഇപ്പോൾ റെഡി ആയിരിപ്പുണ്ട് നമ്മുടെ ബീഫ് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബീഫിൻ്റെ സ്റ്റോക്ക് സെപ്പറേറ്റ് മാറ്റണം, പീസസ് സെപ്പറേറ്റ് മാറ്റണം. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി ബീഫ് പീസസ് മാത്രം ഇതിലോട്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ വരാവേ. ഞാനിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ബീഫ് കിടന്ന് വെന്ത ആ വെള്ളം അത് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് ബീഫ് പീസസും അതിനകത്തുള്ള സ്പൈസസും മാത്രം ഇപ്പോൾ ഈ കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളം ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ്, അതായത് നേരത്തെ എടുത്ത അതേ 250 ml ഗ്ലാസ്സിൽ 2 കപ്പ്, അതേ കപ്പിൽ 2 കപ്പ് റൈസും കൂടെ നന്നായിട്ടൊരു 10 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്തിട്ടുള്ളൂ. കഴുകി സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ഞാനിപ്പോൾ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാം. ഞാനിപ്പോൾ അതിലോട്ട് ആ സ്റ്റോക്ക് അളന്ന് മാറ്റി വെച്ചിരുന്ന സ്റ്റോക്കിൽ ആദ്യം 1 കപ്പ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തു. 2 കപ്പ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 1/2 കപ്പ് സ്റ്റോക്കും കൂടെ എനിക്ക് കിട്ടി. അങ്ങനെ 2.5 കപ്പ് സ്റ്റോക്ക് ഓൾറെഡി നമ്മളിലുണ്ടായിരുന്നു. നമ്മളിലപ്പം 2 കപ്പ് റൈസാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് റൈസിന് നമ്മൾ എങ്ങനെയായിരുന്നാലും നമ്മൾ 4 കപ്പ് വെള്ളം യൂഷ്വലി വേണം. ഗീ റൈസ് പോലെ വയ്ക്കുകയാണെങ്കിൽ. അപ്പം ശരിക്കും എനിക്ക് 3.5 കപ്പ് വെള്ളം മതി. അപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ 2.5 കപ്പ് വെള്ളം നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് 1 കപ്പ് തേങ്ങാപ്പാൽ. അത് ഒരുപാട് തിക്കുള്ള തേങ്ങാപ്പാലല്ല, മീഡിയം തിക്നെസ് ഉള്ള തേങ്ങാപ്പാൽ. അപ്പം ഞാൻ 1 കപ്പ് ഇപ്പോൾ തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഗ്യാസ് ഫ്ലെയിം കത്തിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്യാരറ്റ് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ക്യാരറ്റും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാരറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തു. ഇനി എനിക്ക് നോക്കേണ്ടത് ഇതിനകത്തുള്ള ഉപ്പ് കറക്റ്റാണോ എന്നാണ്, വെള്ളത്തിന് ഉപ്പ് രസം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം വെള്ളത്തിന് ഉപ്പ് രസം ഇത്തിരി കുറവുണ്ട്. അപ്പം ഞാൻ ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളത്തിനൊരു ഉപ്പ് രസം വേണം, എന്നാലും നമ്മൾ റൈസിന് അത്യാവശ്യം ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പം അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക്. അപ്പോൾ മുളക് പൊടിയുടെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടി നമുക്ക് ഇച്ചിരി ബീഫാകുമ്പോൾ ഇച്ചിരി എരിവൊക്കെ വേണ്ടേ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ആകെ നമ്മൾ ഈ ഒരു പൊടി മാത്രമാണ് പൊടിയായിട്ട് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇത് തന്നെ മതി, വളരെ ടേസ്റ്റിയാണ്. ഇപ്പം തന്നെ ബീഫിൻ്റെ ആ സ്റ്റോക്ക് തന്നെ കഴിച്ചു നോക്കിയപ്പോൾ എന്നാ ഫ്ലേവറാണെന്നറിയാമോ. ഇനി നമ്മുടെ തേങ്ങാപ്പാൽ, ഇത് ഒരുപാട് കട്ടിയുള്ള തേങ്ങാപ്പാലല്ല, ലൈറ്റ് തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാലിലും കൂടെ ഈ റൈസ് ഒന്ന് വേവുമ്പോഴാണ് യഥാർത്ഥം നമ്മുടെ പുലാവ് അങ്ങോട്ട് ഒരു അടിപൊളി യമ്മി പുലാവായി മാറുന്നത്. അപ്പോൾ ഒന്ന് വെള്ളം തിളക്കട്ടെ, അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. റൈസ് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. നമ്മൾ റൈസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി തന്നെ വെക്കുകയാണ്. ഒന്ന് നന്നായിട്ട് ബോയിലായിട്ടേ നമ്മൾ ഫ്ലെയിം കുറയ്ക്കത്തുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒന്ന് നല്ല തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ.
നമ്മുടെ പുലാവ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്, ആ വെള്ളം നന്നായിട്ട് ബോയിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം നല്ല കൂട്ടിയല്ലേ ഇരിക്കുന്നത്, ഇത് നല്ല സ്ലോ ഫ്ലെയിമിൽ സിമ്മിലോട്ട് വെച്ചിട്ട് നമുക്ക് വെറുതെ അടപ്പൊന്ന് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളതിന് കുക്കറിൻ്റെ അടപ്പ് തന്നെയാണ് വെക്കുന്നത്, വെറുതെ ഒന്ന് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ, നമ്മൾ അടയ്ക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വാട്ടർ കണ്ടൻ്റ് എല്ലാം അബ്സോർബ് ചെയ്ത് നമ്മുടെ റൈസ് ഒന്ന് പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ടേ. 5 മിനിറ്റ് ആയിട്ടില്ല, ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കാര്യം നമുക്ക് ഓൾറെഡി കുറച്ച് വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ആയി കാണും. അപ്പോൾ നമുക്ക് റൈസ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, എന്നാലേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടും ഒരുപോലെ കുക്കാവുള്ളൂ. ഒരുപാടായിട്ട് ഇളക്കണ്ട, ജസ്റ്റ് മണം അൺസൈക്കബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും നല്ല മണമാണ്, എന്നാൽ ഭയങ്കര കളർഫുള്ളുമാണ്. ടെക്സ്ചറാണെങ്കിലും അടിപൊളി. നമ്മൾ വീണ്ടും തീ കുറച്ചു, വീണ്ടും നമ്മളിതുപോലെ അടച്ചു വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ വാട്ടർ കണ്ടൻ്റൊക്കെ പെർഫെക്റ്റായിട്ട് അബ്സോർബായിട്ട് നമ്മുടെ റൈസ് നല്ല കിടുവായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പീസസും എന്താ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. നമ്മുടെ റൈസും ഒക്കെ പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സെർവിങ് ട്രേയിലോട്ട് മാറ്റാൻ പോകണം. സെർവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബീഫ് പുലാവ്, നല്ല യമ്മി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പുലാവ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ്. അപ്പോൾ വീണ്ടും ഞാനൊരു അടിപൊളി പുലാവുമായിട്ട്, അല്ലെങ്കിൽ വീണ്ടും അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ.